നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ എം.എ. ഷഹനാസും നിയാസ് മലബാറിയും രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയും ഇവരെല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയാണ്. എം.എ. ഷഹനാസ് ഒരു പോസ്റ്റിലും അതിന് മറുപടിയായി നിയാസ് മലബാറിലും തനിക്ക് നേരെ ആരോപണം വരികയാണെങ്കിൽ പോസ്റ്റ് ഇട്ടല്ല മറിച്ച് കൃത്യമായ തെളിവുകൾ സഹിതം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പ്രതികരിക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം എം.എ. ഷഹനാസ് ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. ഒരു മണ്ടൻ ലജ്ജിക്കത്തക്ക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തന്റെ കർത്തവ്യമാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കും. ബാദ്ഷാ കണക്കുകൾ ഒന്നും ശരിയല്ല, കൂടാൻ മാത്രം സാധ്യതയുള്ളൂ, കുറയില്ല, ഒട്ടും കുറയില്ല, പേര് വരാത്തവർ വിഷമം വേണ്ട, അടുത്തതിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷഹനാസ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ നിയാസ് മലബാറിയും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഞാൻ അറിയുന്ന ഷഹനാസ് ഭാഗം 6 എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയാസ് മലബാറി തൊട്ട് പിന്നാലെ തന്നെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഷഹനാസിന്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റിലെ വരികൾ ഇങ്ങനെയാണ്: വെറുതെയല്ലാതെ ഒഴുകുന്ന നേരത്ത് മനസ്സിൽ പൊഴിയുന്ന മഞ്ഞുതുള്ളിയാണ് പ്രണയം. ഒരാൾക്ക് 5000 പ്രണയം വരെ ആകാമെന്നാണ് മഹാനായ പത്തനാപുരം ഗണേഷ് കുമാർ നമ്മളെ പഠിപ്പിച്ചത്. പ്രണയത്തെക്കുറിച്ചല്ല. 2011-2019 വർഷത്തിനിടെ വിവാഹശേഷമുള്ള ഷഹനാസിന്റെ ഏത് തേപ്പിനെ കുറിച്ചാണ് ഞാൻ ഇനി എഴുതേണ്ടത് എന്ന് വേണമെങ്കിൽ ഷഹനാസിന് തീരുമാനിക്കാം. 1 പ്രിയേഷ്, 2 താജ്, 3 നസീർ, 4 അഖിൽ, 5 ഉബൈദ്, 6 ബബീഷ്. ഇവരാരെയും അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വന്നാൽ പരമ്പരയുടെ നീളം കൂടും. അങ്ങനെ പരമ്പരയുടെ നീളം കൂടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പറയേണ്ടതെല്ലാം പറയേണ്ടി വരും. ഇങ്ങനെയുള്ള നിയാസ് മലബാറിയുടെ ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഈ നിയാസ് മലബാർ തന്നെയാണ് വ്യാജ IAS ഉടമയാണ് ഷഹനാസ് എന്ന തരത്തിലുള്ള തെളിവ് സഹിതം, അതായത് പോസ്റ്റർ സഹിതം, ഫോട്ടോ സഹിതമുള്ള പോസ്റ്റർ ഇട്ടത്. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. നിയാസ് മലബാർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റും ഇട്ടിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം സ്കൂളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിദ്യാർത്ഥികളുമായി ഇടപഴകുന്ന ഒരു ചിത്രം, ഒരു വീഡിയോ രാഹുൽ തന്നെ പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്രമേൽ പ്രിയപ്പെട്ട പാലക്കാട് എന്നായിരുന്നു അതിന് അദ്ദേഹം ഇട്ടിരുന്ന ക്യാപ്ഷൻ. ഇതേ വീഡിയോ റീഷെയർ ചെയ്തുകൊണ്ടാണ് വീട്ടിലിരുത്താൻ നോക്കിയത്, ചെക്കൻ ഇപ്പോൾ പറന്നു നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് നിയാസ് മലബാർ തന്നെ പോസ്റ്റ് ഇട്ടത്. ചെക്കനെ അങ്ങനെ ഇങ്ങനെയൊന്നും വീട്ടിലിരുത്താൻ പറ്റുകയില്ല, അവൻ എങ്ങനെ പറന്നു തന്നെ നടക്കുമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് പോസ്റ്റ്. കഴിഞ്ഞ ദിവസം മുതലാണ് പാലക്കാട് സന്ദർശിക്കാനായി പാലക്കാട് MLA ഇറങ്ങുന്നത്. പാലക്കാട് എത്തുന്ന MLA സ്വീകരിക്കാൻ നിരവധി ആളുകളുണ്ട്. ജനങ്ങളൊക്കെ തന്നെ, സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരായവരും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും തന്നെ രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. രാഹുലിനോട് കാര്യങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ MLA നിലയിൽ ചെയ്തു തരണം എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇനിയും തെരഞ്ഞെടുപ്പിൽ നിൽക്കണം എന്ന് രാഹുലിനോട് പറയുന്നവരും ധാരാളമായി അവിടെ കാണാം.